നമ്മളിപ്പോൾ കോഴിക്കോടേക്കുള്ള യാത്രയിലാണ്. അവിടെ ഒരു മിഷനറി എക്സ്പോ നടക്കുന്നുണ്ട്. കോഴിക്കോട് ട്രേഡ് സെൻറ്ററിലാണ് സംഭവം. അപ്പോൾ ഇതാ നമ്മൾ ട്രെയിൻ ഇറങ്ങി അവരയച്ച വാഹനത്തിൽ എക്സ്പോ നടക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ മഴ ഒന്ന് തോർന്നതേ ഉള്ളൂ. ഇവിടുത്തെ കാഴ്ച കണ്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം അതിഭയങ്കരമായ ജനത്തിരക്കാണ്. അവധി ദിവസം ആയതുകൊണ്ടും പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇത്രയും തിരക്ക്. കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മളിതാ ഇപ്പോൾ ഉള്ളിലേക്ക് കയറുകയാണ്. ഒരു 5-6 മണിക്കൂർ ചുറ്റി കാണാനുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഓരോന്നായി നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ലോകോത്തര നിലവാരമുള്ള പല കമ്പനികളുടെയും മെഷീൻസ് ആണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പുതുതായി ബിസിനസ്സുകൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ടില്ല ഒരുപാട് ഐഡിയാസും മെഷീനറീസും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളവർ നിർബന്ധമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു എക്സ്പോ തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് തന്നെ പല മെഷീനറീസിൻ്റെയും ഡെമോ കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഒരു ബേക്കിംഗ് യൂണിറ്റ് തുടങ്ങാൻ ആവശ്യമുള്ള മെഷീനറീസ്, അത് പാക്ക് ചെയ്യാനുള്ള ആകർഷണീയമായ ബോക്സുകൾ എല്ലാം പല രീതിയിലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇനി അതുമല്ല നിങ്ങൾക്കൊരു വെളിച്ചെണ്ണ മിൽ തുടങ്ങണോ, അതിന് വേണ്ടിയിട്ടുള്ള ഫുൾ യൂണിറ്റും ഇവിടെ റെഡിയാണ്. ഇടിയപ്പം, അച്ചപ്പം, മുറുക്ക് എന്ന് വേണ്ട പലവിധ പലഹാരങ്ങളും ഇനി പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇനി തേങ്ങ ചിരകാൻ മടിയുള്ളവരാണെങ്കിൽ അതിനും പേടിക്കണ്ട, എല്ലാം ഇനി മെഷീൻ നോക്കിക്കോളും. നമുക്ക് ഈ പ്രൈസ് വരുന്നത് നമ്മളിപ്പോൾ എക്സ്പോയിൽ ബുക്ക് ചെയ്ത് മാത്രമേ നമ്മൾ ഈ പ്രൈസ് കൊടുക്കുന്നുള്ളൂ. 49 വരുന്നുണ്ട് പ്രൈസ്. ഇനി നിങ്ങൾ കൃഷിയിൽ താല്പര്യമുള്ള ആളാണെങ്കിൽ കാർഷിക ഉപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ സ്വന്തമാക്കാനുള്ള അവസരം കൂടി ഇവിടെയുണ്ട്. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. നിങ്ങളൊരു ബിസിനസ് തുടങ്ങാനുള്ള മോഹവുമായി ഇവിടെ വരികയാണെങ്കിൽ വെറും കൈയോടെ തിരിച്ചു പോകേണ്ടി വരില്ല. അത്ര മനോഹരമായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ. ഓരോ സ്റ്റാളിലുള്ളവരും അവരുടെ മെഷീൻസിനെ കുറിച്ച് പരമാവധി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഓരോ സ്റ്റാളിൽ നിന്നും ബ്രൗഷറും വിസിറ്റിംഗ് കാർഡും ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത് പരമാവധി കളക്ട് ചെയ്തത് കൊണ്ട് തന്നെ ബാഗൊക്കെ ഇപ്പോൾ നിറഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അഥവാ ഭാവിയിൽ നമ്മളും ഒരു ബിസിനസ് തുടങ്ങിയാലോ. നമ്മൾ ഉള്ളിലുണ്ടായിരുന്ന സമയത്ത് പുറത്ത് പെരുമഴയായിരുന്നു. അങ്ങനെ ഒരു 5 മണിക്കൂറിന് ശേഷം നമ്മളിതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം ഏകദേശം 5 മണിയായിട്ടുണ്ട്. നമ്മൾ 12 മണിക്കുള്ളിൽ കയറിയതായിരുന്നു. ഫുഡ് കോർട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നുകൊണ്ട് ഭക്ഷണ പരിപാടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിക്കുകയാണ്, അവിടെ നിന്ന് കണ്ണൂരേക്ക്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞതാണ് നമ്മൾ കണ്ണൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.